പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർസെക്സ് ആൻഡ് ട്രാൻസ്ജെൻഡർ. നമ്മൾ കുറേ കാലങ്ങളായി കുറച്ച് അടുത്തായിട്ടാണ് കൂടുതലായിട്ട് ഇൻ്റർസെക്സ് അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ എന്ന വാക്കുകളെ കുറിച്ചൊക്കെ ഫെമിലിയറൈസ് ആയിട്ടുള്ളത് അല്ലേ. നമുക്ക് എന്താണ് ഇൻ്റർസെക്സ് അതുപോലെ തന്നെ എന്താണ് ട്രാൻസ്ജെൻഡർ എന്നതിനെ കുറിച്ചൊക്കെ നോക്കാം. Intersex is an umbrella term that describes bodies that fall outside the strict male-female binary. ഇൻ്റർസെക്സ് എന്ന ആ വാക്കൊരു അംബ്രല്ല ടേമായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ കീഴിൽ കുറേ കാറ്റഗറീസ് വരുന്നുണ്ട്. ആരാണ് ഇൻ്റർസെക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്? ബോഡീസ് ദാറ്റ് ഫോൾ ഔട്ട്സൈഡ് സ്ട്രിക്റ്റ് മെയിൽ ഫീമെയിൽ ബൈനറി. മെയിൽ ഫീമെയിൽ ബൈനറിൻ്റെ പുറത്ത് വരുന്ന എല്ലാ കാറ്റഗറീസിനെയും കൂടി ഒരുമിച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അംബ്രല്ല ടേമാണ് ഇൻ്റർസെക്സ് എന്ന് പറയുന്നത്. ദിസ് ടേം യൂസ്ഡ് ഫോർ എ വെറൈറ്റി ഓഫ് സിറ്റുവേഷൻസ് ഇൻ വിച്ച് എ പേഴ്സൺ ഈസ് ബോൺ വിത്ത് റിപ്രൊഡക്റ്റീവ് ഓർ സെക്ഷൽ അനാട്ടമി ദാറ്റ് ഡസ് നോട്ട് ഫിറ്റ് ദ ബോക്സ് ഓഫ് ഫീമെയിൽ ഓർ മെയിൽ. എന്താണ്, ഒരു വ്യക്തി മെയിൽ ഓർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പുറത്ത് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മെയിലോ ഫീമെയിലോ അല്ലാതെ ജനിക്കുന്ന ഏതൊരു വ്യക്തികളെയും ഉൾപ്പെടുത്തുന്ന ഒരു കാറ്റഗറിയാണ് ഇൻ്റർസെക്സ് എന്ന് പറയുന്നത്. ഒരു അംബ്രല്ല ടേമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ കീഴിൽ അതിൻ്റെ അർത്ഥം എന്താണ്, കുറേ അത്തരത്തിലുള്ള മെയിൽ ഫീമെയിൽ അല്ലാതെ വരുന്ന കുറേ കാറ്റഗറീസ് അതിൽ ഉൾപ്പെടുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബീയിങ് ഇൻ്റർസെക്സ് ഈസ് എ നാച്ചുറലി ഒക്കറിങ് വേരിയേഷൻ ഇൻ ഹ്യൂമൻസ്. ഇൻ്റർസെക്സ് ആയിട്ട് മാറുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫിനോമിനയാണ്. അതൊരു രോഗാവസ്ഥയൊന്നുമല്ല. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ മെഡിക്കൽ പ്രോബ്ലം. ദെർഫോർ മെഡിക്കൽ ഇൻ്റർവെൻഷൻസ് ലൈക്ക് സർജറീസ്, ഹോർമോൺ തെറാപ്പി എക്സെട്ര ഓൺ ചിൽഡ്രൻ യൂഷ്വലി ആർ നോട്ട് മെഡിക്കലി നെസസറി. ഇതൊരു മെയിൽ ഫീമെയിൽ കാറ്റഗറിയിൽ നമ്മൾ ജനിക്കുന്നത് പോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ബീയിങ് ഇൻ്റർസെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു സർജറിയുടെയോ ഒരു ആവശ്യകത സാധാരണഗതിയിൽ ഇത്തരത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമില്ല. എന്ന് വെച്ചാൽ ബീയിങ് ഇൻ്റർസെക്സ് ഈസ് ഓൾസോ കോമൺ ദാൻ മോസ്റ്റ് പീപ്പിൾ റിയലൈസ്. എന്നാണ് സാധാരണഗതിയിൽ ആളുകൾ വിചാരിക്കുന്നത് ഇൻ്റർസെക്സ് ആവുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അപരാധം ചെയ്ത പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു രോഗാവസ്ഥയാണ് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുള്ളത്. പക്ഷേ ആക്ച്വലി ഇറ്റ് ഈസ് എ കോമൺ തിങ്. എങ്ങനെയാണോ സ്ത്രീ പുരുഷൻ എന്ന രീതിയിൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെയുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു നാച്ചുറലി ഒക്കറിങ് വേരിയേഷൻ മാത്രമാണ് ഈ ഇൻ്റർസെക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി. ഓക്കെ, അപ്പോൾ അതിന് അത്തരത്തിലുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സോ സർജറി ഒന്നും നോർമൽ കേസിൽ ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എന്ത് സംഭവിക്കുന്നു, സംടൈംസ് ഡോക്ടേഴ്സ് ഡു സർജറീസ് ഓൺ ഇൻ്റർസെക്സ് ബേബീസ് and children to make their bodies fit binary ideas of male and female. പക്ഷേ നോർമൽ കേസിൽ ഇത്തരത്തിലുള്ള ഇൻ്റർസെക്സ് ആയിട്ടുള്ള കുട്ടികളുടെ ജനന സമയത്ത് ഡോക്ടേഴ്സാണ് അസൈൻ ചെയ്യുന്നത് അവർക്ക് സെക്സ്. അവരുടെ സെക്ഷൽ ഓർഗൻസിൽ മെച്യൂർഡായിട്ട് വരുന്ന സെക്ഷൽ ഓർഗൻസിൻ്റെ അടിസ്ഥാനത്തിൽ സർജറി നടത്തിയിട്ട് അവരിനെ മെയിൽ ഓർ ഫീമെയിൽ കാറ്റഗറിയിൽ അവരിനെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ always assign intersex babies a legal sex, male or female, but just like non-intersex people, that does not mean that their gender identity they will grow up to have. പക്ഷേ അങ്ങനെ അത്തരത്തിൽ ഈ ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് സർജറിയിലൂടെ ഒരു മെയിൽ ഫീമെയിൽ കാറ്റഗറിയുടെ ഉള്ളിൽ അവരെ ഉൾപ്പെടുത്തുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ ഗ്രോണപ്സ് ആവുന്ന സമയത്ത് ഇവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയും ഇവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള സെക്സും ഒരുപക്ഷെ ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ എന്താണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് നിങ്ങൾക്ക് തോന്നും അല്ലേ? ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഈസ് ഡിഫൈൻഡ് ആസ് എ പേഴ്സണൽ കൺസെപ്ഷൻ ഓഫ് വൺ സെൽഫ് ആസ് എ മെയിൽ ഓർ ഫീമെയിൽ ഓർ റയർലി ബോത്ത് ഓർ നൈദർ. എന്താണ്, നമ്മൾക്ക് ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെക്കുറിച്ച് അയാൾ മെയിലാണോ ഫീമെയിലാണോ, അതോ അത് രണ്ടും അല്ലേ, അതോ ഇത് രണ്ടുമാണോ എന്നൊക്കെ ഒരു ഫീലിംഗ് അയാൾക്ക് ഉണ്ടാവും. ആ ഒരു പേഴ്സണൽ കൺസെപ്ഷനാണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ജെൻഡർ ഐഡൻറ്റിറ്റി ഇൻ നിയർലി ഓൾ ഇൻസ്റ്റൻസസ് ഈസ് സെൽഫ് ഐഡൻറ്റിഫൈഡ് ആസ് എ റിസൾട്ട് ഓഫ് കോമ്പിനേഷൻ ഓഫ് ഇൻഹറൻറ്റ് ആൻഡ് എക്സ്ട്രിൻസിക് ഓർ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ജെൻഡർ ഐഡൻറ്റിറ്റി എപ്പോഴും സെൽഫ് ഐഡൻറ്റിഫൈഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്, അത്
സെൽഫ് ഐഡൻറ്റിഫൈ ആവുക എന്ന് പറയുന്നത് നമ്മൾ ഇൻഹറൻ്റായിട്ട് കിട്ടിയ നമ്മുടെ ഹോർമോൺസിനെ വെച്ചിട്ട് അതുപോലെ തന്നെ എക്സ്ട്രിൻസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സിൻ്റെയും കൂടി ഒരു റിസൾട്ടായിരിക്കും നമ്മുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുന്ന ആ ഒരു കൺസെപ്ഷനെയാണ് പേഴ്സണൽ കൺസെപ്ഷൻ ഓഫ് വൺ സെൽഫ്. നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ മെയിലാണെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ, ചിലവർക്ക് ഇത് രണ്ടും അല്ലാന്ന് തോന്നാം, അല്ലെങ്കിൽ രണ്ട് കോമ്പിനേഷൻസ് ഉണ്ട് എന്നൊക്കെ തോന്നാം. അപ്പോൾ എന്താണോ അവർക്ക് അവരെക്കുറിച്ച് തോന്നുന്നത് ആ ഒരു കൺസെപ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ ജെൻഡർ ഐഡൻറ്റിറ്റി ഉണ്ടാകാൻ പലപ്പോഴും കാരണമാകുന്നത് എന്താണ്, ഇൻഹറൻ്റായിട്ട് നമ്മുടെ ഹോർമോൺസിനുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഈ ജെൻഡർ ഐഡൻറ്റിറ്റി ഫോം ചെയ്യുന്നതിന് സഹായകമാകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും നമ്മുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ പേഴ്സൺ കൺസിഡേഴ്സ് ഹിംസെൽഫ് ആസ് എ മെയിൽ and is most comfortable referring to his personal gender is masculine terms, then his gender identity is male. അപ്പോൾ ഒരു പുരുഷനായിട്ട് ജനിച്ച ഒരു വ്യക്തി അവർ പുരുഷനാണ്, പിന്നെ അവർക്ക് സ്വയം അവർക്ക് തോന്നുന്ന അയാളുടെ ജെൻഡർ എന്ന് പറയുന്നത് മസ്കുലൈനായിട്ട് അയാൾ കംഫർട്ടബിൾ ആണ് എന്ന് വെച്ചെങ്കിൽ അപ്പോൾ അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് മെയിലായിരിക്കും. ഇനി സപ്പോസ് ഒരു വ്യക്തി ഫീമെയിലായിട്ടാണ് ജനിക്കുന്നത് എന്ന് വെച്ചെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് ഫീമെയിലാണെങ്കിലും അയാളുടെ ഉള്ളിൽ അയാൾക്ക് തോന്നുന്നത് മെയിലായിട്ടാണ് വെച്ചെങ്കിൽ അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി അപ്പോൾ എന്താണ്, മെയിലായിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായുള്ള ഫിസിക്കൽ അപ്പിയറൻസ് എന്നുള്ളതല്ല ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ ഒരു മെയിൻ പോയിൻ്റ്. അയാൾക്ക് എന്താ അയാളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി ആയിട്ട് വരുന്നത്. There are many different ways someone can be intersex. ഒരു വ്യക്തി ഇൻ്റർസെക്സായി മാറുന്ന പല വഴികളുണ്ട്, പല രീതിയിൽ ഇൻ്റർസെക്സ് ആയിട്ടുള്ള ആളുകളുണ്ടാകും. എന്താണ്, സം പീപ്പിൾ ഹാവ് ജെനിറ്റൽസ് ഓർ ഇൻറ്റേർണൽ സെക്സ് ഓർഗൻസ് ദാറ്റ് ഫോൾ ഔട്ട്സൈഡ് ദ മെയിൽ ഫീമെയിൽ കാറ്റഗറീസ്. എന്നാൽ ഒരു വ്യക്തി ഇൻ്റർസെക്സായി മാറുന്ന ഒരു കാര്യമാണ് എന്താണ്, അവരുടെ ജെനിറ്റൽസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ സെക്സ് ഓർഗൻസ് ഈ മെയിൽ ഫീമെയിൽ കാറ്റഗറിയിൽ ഉൾപ്പെടാതെ ആയാലും അയാൾ ഇൻ്റർസെക്സ് ആണ്. പിന്നെ വേറെ ഒരു സാഹചര്യം എങ്ങനെയാണ്, ഇൻ്റർസെക്സ് പീപ്പിൾ ഹാവ് കോമ്പിനേഷൻസ് ഓഫ് ക്രോമസോംസ് ദാറ്റ് ആർ ഡിഫറെൻറ്റ് ദാൻ XY യൂഷ്വലി അസോസിയേറ്റ് വിത്ത് മെയിൽ, XS യൂഷ്വലി അസോസിയേറ്റ് വിത്ത് ഫീമെയിൽ, ലൈക്ക് XXY. നമ്മൾക്കറിയാം നമ്മുടെ ക്രോമസോംസ്, സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത് ഫീമെയിൽ XX-ഉം മെയിൽ XY-ഉം ആണെന്ന് നമ്മൾക്കറിയാം, അല്ലേ? അപ്പോൾ ഇൻ്റർസെക്സ് പീപ്പിളാണെന്നുവെച്ചെങ്കിൽ അവരുടെ ക്രോമസോംസ് എന്ന് പറയുന്നത് XXY ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സെക്ഷൽ ക്രോമസോംസ് ഉള്ള അതും ഏതിൽ വരുന്ന ഇൻ്റർസെക്സിൽ കാറ്റഗറിയിൽ വരുന്നതാണ്. സം പീപ്പിൾ ആർ ബോൺ വിത്ത് എക്സ്റ്റേണൽ ജെനിറ്റൽസ് ദാറ്റ് ഫോൾ ഇൻ ടു ദ typical male female categories but their internal organs or hormone does not. പിന്നെ വേറൊരു കാറ്റഗറി എങ്ങനെയാണ്, പുറമെ കാണുന്ന ജെനിറ്റൽസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒന്നില്ലെങ്കിൽ മെയിലിൻ്റെ ഫീമെയിലിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതായിരിക്കും. പക്ഷേ അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഹോർമോൺസ് എന്ന് പറയുന്നത് ആ എക്സ്റ്റേണലായി കാണപ്പെടുന്ന സെക്സ് ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കില്ല, എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ മെയിൽ സെക്സ് ഓർഗൻസാണ് പുറമെ എക്സ്റ്റേണലി കാണുന്നത് വെച്ചെങ്കിൽ ഉള്ളിലുള്ള ഹോർമോൺസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഫീമെയിലിൻ്റെ ആയിരിക്കാം, ഇൻറ്റേർണൽ ഓർഗൻസ് എന്ന് പറയുന്നത് ഫീമെയിലിൻ്റെ ആയിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നാലും ആ വ്യക്തി ഇൻ്റർസെക്സ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി വേറെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇഫ് എ പേഴ്സൺസ് ജെനിറ്റൽസ് ലുക്ക് ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ് എക്സ്പെക്ട് when they are born, someone might be identified as intersex from birth. സാധാരണ ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി അവരുടെ ജെനിറ്റൽസ് കാണപ്പെടുകയാണെങ്കിൽ ആ കുട്ടികളെയും ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്, ഇൻ്റർസെക്സ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. അതർ ടൈംസ് someone might not know they are intersex until later in life, like when they go through puberty. ചില കുട്ടികളെങ്ങനെയാണ്, അപ്പോൾ ഈ സെക്സ് ഓർഗൻസിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ അല്ല വന്നിരിക്കുന്നത് വെച്ചെങ്കിൽ ജനന സമയത്ത് തന്നെ അയാൾ ഇൻ്റർസെക്സ് ആണെന്ന് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ചില ആളുകൾ എങ്ങനെയാണ്, അവർ പ്യൂബർട്ടി വരെ ഒരു പക്ഷേ അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല അവർ
ഇൻ്റർസെക്സ് ആണോ അല്ലേ എന്നുള്ളത് പ്യൂബർട്ടി സമയത്തായിരിക്കും അവർ തിരിച്ചറിയുന്നത്. സംടൈംസ് എ പേഴ്സൺ ക്യാൻ ലിവ് ദ ഹോൾ ലൈഫ് വിതൗട്ട് ഈവൻ ഡിസ്കവറിങ് ദാറ്റ് ദേ ആർ ഇൻ്റർസെക്സ്. ചില സമയത്ത് എങ്ങനെയാണ് ഒരു വ്യക്തി അയാളുടെ മുഴുവൻ ജീവിതകാലഘട്ടത്തിലും ഒരുപക്ഷെ അയാൾ ഇൻ്റർസെക്സ് ആണ് എന്ന് തിരിച്ചറിയാതെയും ഇരിക്കാം. ഓക്കെ, ഇനി എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്? Some people feel that the sex they were assigned at birth does not match their gender identity or the gender that they feel they are inside. These people are often called as transgender. എന്നാണ് ജനന സമയത്ത് ഒരു കുട്ടിക്ക് അസൈൻ ചെയ്ത അവരുടെ ജെൻഡർ എന്ന് പറയുന്നത് അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ജെൻഡറുമായി മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ അത്തരം വ്യക്തികളെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. പുരുഷനായിട്ടുള്ള മെയിൽ എന്ന് പറയുന്നൊരു സെക്സ് ആയിരിക്കും അവർക്ക് ജനന സമയത്ത് അസൈൻ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ ഇൻറ്റേർണൽ സെക്സ് ഓർഗൻസ് അങ്ങനെ ആയിരിക്കാം. പക്ഷെ അവരുടെ ഉള്ളിലെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഫീമെയിലിൻ്റെ ആയിരിക്കും. അതുപോലെ തന്നെ ഫീമെയിലായിട്ട് കാണുന്ന വ്യക്തി ജെൻഡർ ഐഡൻറ്റിറ്റി മെയിലാണെങ്കിൽ അയാളും ട്രാൻസ്ജെൻഡറിൽ വരുന്നതാണ്. അപ്പോൾ അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയും അവരുടെ അസൈൻ സെക്സും തമ്മിൽ ഒരു മിസ്മാച്ച് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ബീയിങ് ട്രാൻസ്ജെൻഡർ മീൻസ് ദാറ്റ് ദർ ഈസ് എ മിസ്മാച്ച് ബിറ്റ്വീൻ സെക്സ് യു ഹാവ് അസൈൻഡ് അറ്റ് ബർത്ത് ആൻഡ് യുവർ ജെൻഡർ ഐഡൻറ്റിറ്റി. ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ അസൈൻഡ് സെക്സും ജെൻഡർ ഐഡൻറ്റിറ്റിയും തമ്മിൽ മിസ്മാച്ച് ഉള്ള ആരാണോ അത്തരത്തിലുള്ള വ്യക്തികളെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് പോസിബിൾ ടു ബോത്ത് ഇൻ്റർസെക്സ് ആൻഡ് ട്രാൻസ്ജെൻഡർ ബട്ട് ദേ ആർ നോട്ട് ദ സെയിം. ഇൻ്റർസെക്സ് എന്ന് പറയുന്നതും ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നതും രണ്ട് കാര്യങ്ങളാണ്. ഒരു വ്യക്തി ഒരു പക്ഷേ ഇൻ്റർസെക്സായി ജനിക്കുകയും ട്രാൻസ്ജെൻഡർ ആവുകയും ചെയ്യാം. എന്ന് വെച്ചാൽ എന്താണ്? അയാളുടെ അസൈൻ ജെൻഡറും ജെൻഡർ ഐഡൻറ്റിറ്റിയും തമ്മിൽ ഇൻ്റർസെക്സായി ജനിച്ചത് മൂലവും അയാൾക്ക് ട്രാൻസ്ജെൻഡറായിട്ട് ഫീൽ ചെയ്യാം. എന്ന് വെച്ചെങ്കിൽ ഇൻ്റർസെക്സ് ആയ ആൾക്ക് ട്രാൻസ്ജെൻഡർ ആവാൻ സാധ്യതയുണ്ട് എന്ന് വെച്ച് ഇൻ്റർസെക്സും ട്രാൻസ്ജെൻഡറും എന്ന് പറയുന്നത് ഒരു കാര്യമാണ് എന്ന് വിചാരിക്കരുത്. ഓക്കെ, ട്രാൻസ്ജെൻഡർ ആവുന്നത് എപ്പോഴാണ്? അസൈൻ സെക്സും ജെൻഡർ ഐഡൻറ്റിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കുമ്പോഴാണ്. ഓക്കെ, ഇൻ്റർസെക്സ് റിലേറ്റഡ് ടു ഫിസിയോളജിക്കൽ ഡെസിഗ്നേഷൻ. ഇൻ്റർസെക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ ഒരു കാറ്റഗറി വരുന്നത് അങ്ങനെ ഫിസിയോളജിക്കൽ ഡെസിഗ്നേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇൻ്റർസെക്സ് എന്ന് പറയുന്നത്. വിച്ച് സെക്സ് ഓർഗൻ ഓഫ് എ പേഴ്സൺ ഈസ് അസൈൻ ബേസ്ഡ് ഓൺ ദി ഫിസിയോളജിക്കൽ ട്രേറ്റ് ദാറ്റ് ഡിസ്പ്ലേ. വൈൽ ബീയിങ് ട്രാൻസ്ജെൻഡർ ഈസ് അബൌട്ട് ഹൗ സംവൺ എക്സ്പ്രസ് ദർ ജെൻഡർ ഐഡൻറ്റിറ്റി. അപ്പോൾ ഇൻ്റർസെക്സ് എന്ന് പറയുന്നത് അവരുടെ ഫിസിയോളജിക്കൽ ഡെസിഗ്നേഷൻ വെച്ചിട്ടാണ്, അവരുടെ പേഴ്സൺസ് അസൈൻ സെക്സിൻ്റെ ബേസിൽ, അവർക്ക് ആ സെക്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്ന അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ ബേസിൽ വെച്ചിട്ടാണ്. പക്ഷേ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അവരുടെ എക്സ്പ്രഷൻസ്, അവരെന്ത് എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി. എന്ന് വെച്ചെങ്കിൽ വൈൽ ബീയിങ് ട്രാൻസ്ജെൻഡർ ഈസ് അബൌട്ട് ഹൗ സംവൺ എക്സ്പ്രസ് ദർ ജെൻഡർ ഐഡൻറ്റിറ്റി. ഒരാൾ ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറയുമ്പോൾ അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ മെയിലായിരിക്കാം ഒരു വ്യക്തി, പക്ഷേ അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി ഫീമെയിലാണെങ്കിൽ അയാൾ എക്സ്പ്രസ് ചെയ്യുന്ന ജെൻഡർ ഐഡൻറ്റിറ്റി ഫീമെയിലായിരിക്കും. അപ്പോൾ നമ്മൾ അയാളെ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുക, അല്ലെങ്കിൽ ആ ട്രാൻസ്ജെൻഡർ എന്ന കാറ്റഗറിയിൽ അയാളെ ഉൾപ്പെടുത്തുന്നു. There are a lot of different terms transgender people use to describe themselves. Transgender peoples അവരെ എന്താ പറയുക, അവരെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഡിഫറെൻറ്റ് ടേംസ് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ട്രാൻസ്ജെൻഡർ, ട്രാൻസ് വുമൺ എന്ന് പറയുന്നുണ്ട്, ട്രാൻസ് മെയിൽ അല്ലെങ്കിൽ ട്രാൻസ് ഫീമെയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ട്രാൻസ് എന്ന് ഷോർട്ടാക്കിയിട്ട് പറയാറുണ്ട് സാധാരണഗതിയിൽ. Transgender people express their gender identities in many different ways. Some people use their dress, behavior and mannerisms to live as the gender that feels right for them. Transgender people നമുക്ക് എപ്പോഴും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അവർ മെയിലാണെങ്കിൽ തന്നെ അവരുടെ മാനറിസംസ്, അവരുടെ ഡ്രസ്സ്, അവരുടെ ബിഹേവിയറൊക്കെ അവർ ഫീമെയിലിൻ്റെ പോലെ ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് ഉള്ളിൽ ഫീൽ ചെയ്യുന്നത് അവർ ഫീമെയിലായിട്ടായിരിക്കും അല്ലേ?
അത് ആരുടെയും ഒരു കുറ്റമോ കുറവോ ഒന്നുമല്ല. അതൊരു നാച്ചുറലി ഉണ്ടാകുന്നൊരു കാര്യമാണ് എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അത്തരത്തിലുള്ള ആളുകളോട് പെരുമാറേണ്ടതും അത് മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ്. അല്ലാതെ അവർ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് മനഃപൂർവ്വം ആരെയെ പറ്റിക്കാനൊന്നും ആയിരിക്കില്ല. അവർക്ക് അവരുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഡ്രസ്സ് ചെയ്യാനാണ് ഇഷ്ടം, അങ്ങനെ ബിഹേവ് ചെയ്യാനാണ് ഇഷ്ടം. സം പീപ്പിൾ ടേക്ക് ഹോർമോൺസ് ആൻഡ് മേ ഹാവ് സർജറി ടു ചേഞ്ച് ദർ ബോഡി സോ ഇറ്റ് മാച്ച് ദെയർ ജെൻഡർ ഐഡൻറ്റിറ്റി. ചില ആളുകൾ എന്ത് ചെയ്യും, അപ്പോൾ അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ആണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒരു വ്യക്തി, ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, ഒരു വ്യക്തി അപ്പിയറൻസിൽ മെയിലും ഉള്ളിൽ ഫീമെയിലായിട്ട് തോന്നുന്നു. അപ്പോൾ ആ വ്യക്തി തിരിച്ചറിഞ്ഞു അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഫീമെയിലാണ് അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ചില ഹോർമോൺ ട്രീറ്റ്മെൻ്റ് എടുത്ത് സർജറീസ് നടത്തിയിട്ട് അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയും അവരുടെ ബോഡിയും മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കാറുണ്ട്. അത്തരത്തിലുള്ള സർജറീസുകളൊക്കെ നടത്താറുണ്ട്. Some gender people reject the traditional understanding of gender as divided between just male and female. So they identify just as transgender, gender queer, gender fluid or something else. എന്താണ്, ചിലവരെന്ത് ചെയ്യും, ഇപ്പോൾ സർജറി നടത്തി കഴിഞ്ഞാൽ അവർ അവരുടെ ജെൻഡർ അസൈൻ ജെൻഡറും അതുപോലെ തന്നെ അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി നമുക്ക് സെയിം ആക്കി വെക്കാൻ പറ്റും. എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ ഉള്ളിൽ ഫീമെയിലായിട്ടാണ് തോന്നുന്നത് വെച്ചെങ്കിൽ ഫീമെയിൽ ആവുന്നതിന് വേണ്ടിയുള്ള ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തി അതുപോലെ തന്നെ സർജറി നടത്തി അവർക്ക് വേണമെങ്കിൽ ഫീമെയിലായിട്ട് മാറാം. പക്ഷെ ചിലവരെന്ത് ചെയ്യും, അങ്ങനെ മെയിൽ ഫീമെയിൽ എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടാതെ ജെൻഡർ ക്യൂർ, ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ജെൻഡർ ഫ്ലൂയിഡ് എന്നൊക്കെയുള്ള പേരിലൊക്കെ അവരുടെ ഐഡൻറ്റിറ്റി കൊണ്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുമാണ്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം ജെൻഡർ ഡിസ്ഫോറിയ എന്ന് വെച്ചാൽ എന്താണെന്ന് പറയാം. ജെൻഡർ ഡിസ്ഫോറിയ is a term that psychologists and doctors use to describe the distress, unhappiness and anxiety that transgender people may feel about the mismatch between their bodies and their gender identity. അപ്പോൾ ഈ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത് ഈ സൈക്കോളജിസ്റ്റ് അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. എന്തിനു വേണ്ടി ആ വാക്ക് ഉപയോഗിക്കുന്നത്, ഈ ട്രാൻസ്ജെൻഡർ പീപ്പിൾ അനുഭവിക്കുന്ന ആ സ്ട്രെസ്സ്, എന്തുകൊണ്ടാണ് അവർക്ക് സ്ട്രെസ്സ് ഉണ്ടാകുന്നത്, അവരുടെ ഈ ബോഡിയും അതുപോലെ തന്നെ ജെൻഡർ ഐഡൻറ്റിറ്റിയും ഉണ്ടാകുന്ന മിസ്മാച്ച് മൂലം അവർക്കുണ്ടാകുന്ന സ്ട്രെസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത്. എ പേഴ്സൺ മേ ബി ഫോർമലി ഡയഗ്നോസ്ഡ് വിത്ത് ജെൻഡർ ഡിസ്ഫോറിയ ഈസ് ഇൻ ഓർഡർ ടു റിസീവ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ടു ഹെൽപ്പ് ദം ട്രാൻസിഷൻ. അപ്പോൾ ഒരു ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായി അയാൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ട്രാൻസിഷൻ നടത്താൻ വേണ്ടി അയാൾ ശ്രമിക്കും. കാരണം എന്താ വെച്ചെങ്കിൽ അത് വളരെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അല്ലേ. അപ്പോൾ ആ ഒരു അൺഹാപ്പിനെസ് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഉള്ളിലുള്ള ഒരു വ്യക്തിത്വവും പുറമുള്ളതും വേറെ ആണെച്ചെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത്തരത്തിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ നടത്തുകയോ ചെയ്യുന്നതാണ് ശരിക്കും നല്ലത്. അപ്പോഴാണ് അതിനൊരു പരിഹാരമാകുള്ളൂ. ഇനി സാധാരണഗതിയിൽ കുറച്ച് കോമൺ ജെൻഡർ ഐഡൻറ്റിറ്റി ടേംസിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ട്രാൻസ്ജെൻഡറും ഇൻ്റർസെക്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിസ് ജെൻഡർ എന്ന് പറയുന്ന ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി ടേമാണ്. സിസ് ജെൻഡർ എന്ന ആരെയാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് സമ്മൺ ഹൂസ് ജെൻഡർ മാച്ചസ് വാട്ട് ദേ ആർ അസൈൻഡ് അറ്റ് ബർത്ത്. എന്താണ്, അവർക്ക് അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയും അതുപോലെ തന്നെ അവർക്ക് ജനന സമയത്ത് അസൈൻ ചെയ്തിരുന്ന സെക്സും തമ്മിൽ ഒരുപോലെയാണ്, മാച്ച് ചെയ്യുന്നുവെങ്കിൽ അവരെ സിസ് ജെൻഡർ എന്ന് നമുക്ക് പറയാം. For example, they were assigned female at birth based on being born with a vagina and know themselves to be female. എന്താണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ കൂടി ജനിച്ചൊരു കുട്ടി സ്വയം തിരിച്ചറിയുക തന്നെയാണ് അയാൾ ഫീമെയിൽ ആണ് എന്നുള്ള ജെൻഡർ ഐഡൻറ്റിറ്റിയും അയാൾക്ക് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളെയാണ് നമ്മൾ സിസ് ജെൻഡർ എന്ന് പറയുന്നത്. വെച്ചെങ്കിൽ അസൈൻ സെക്സും ജെൻഡർ ഐഡൻറ്റിറ്റിയും അവർക്ക് സെയിം ആയിരിക്കും. അതാണ് സിസ് ജെൻഡർ എന്ന് പറയുന്നത്. ഇനി ജെൻഡർ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ടുണ്ടാവും. എന്താണ് ജെൻഡർ ഫ്ലൂയിഡ് എന്ന് നോക്കാം. ജെൻഡർ ഫ്ലൂയിഡ് മേ റെഫർ ടു എ ജെൻഡർ വിച്ച് വേരീസ് ഓവർ ടൈം. Someone who identifies as gender fluid may fluctuate between genders
or express multiple genders at the same time. This gender may also vary at random or vary in response to different circumstances. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ജെൻഡർ ഫ്ലൂയിഡ്. അവരുടെ ഈ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന, ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയായിരിക്കുന്നത്, ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ചില സമയത്ത് അവർക്ക് മെയിലായിട്ട് തോന്നാം, ചില സമയത്ത് അവർക്ക് ഫീമെയിലായിട്ട് തോന്നാം, ചില സമയത്ത് രണ്ടുമായിട്ട് തോന്നാം. അപ്പോൾ അത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ജെൻഡേഴ്സിനെ മാറി മാറി വരുന്നതിനെയാണ് നമ്മൾ ജെൻഡർ ഫ്ലൂയിഡ്. ജെൻഡർ ഐഡൻറ്റിറ്റി ആണായിട്ട് ഒരു സമയത്ത് തോന്നാം, ചിലപ്പോൾ പെണ്ണായിട്ട് തോന്നാം. അങ്ങനെ മാറി മാറി വരുന്നതിനെയാണ് നമ്മൾ ജെൻഡർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അത്തരത്തിൽ വരുന്ന ആളുകളെയാണ് ജെൻഡർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. പിന്നെ ജെൻഡർ ഐഡൻറ്റിറ്റി, ജെൻഡർ നാച്ചുറൽ ജെൻഡർ ന്യൂട്രൽ. someone who feels that they are neither female or male. എന്താണ്, മെയിലായിട്ടോ അല്ലെങ്കിൽ ഫീമെയിലായിട്ടോ ഒന്നുമായിട്ട് തോന്നുന്നില്ല. അത്തരത്തിലുള്ള ആളുകളെയാണ്, അത്തരത്തിൽ ജെൻഡർ ഐഡൻറ്റിറ്റി തോന്നുന്ന ആളുകളെയാണ് ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്നത്. ജെൻഡർ എന്നുകൂടി അവർ പറയാറുണ്ട്. എന്താണ്, മെയിലായിട്ടുള്ള ജെൻഡർ ഐഡൻറ്റിറ്റിയും തോന്നുന്നില്ല, ഫീമെയിലായിട്ടും തോന്നുന്നില്ല, ജെൻഡർ ന്യൂട്രൽ ആയിരിക്കും, അല്ലെങ്കിൽ ജെൻഡർ എന്ന രീതിയിലും അവരെ പറയാം. നോട്ട് ഹാവിങ് എ ജെൻഡർ ഓർ ഐഡൻറ്റിഫൈങ് വിത്ത് എ ജെൻഡർ, they may describe themselves as being gender neutral or genderless. എന്താണ്, അവർക്ക് മെയിലായിട്ടോ ഫീമെയിലായിട്ടോ ഒന്നും തോന്നില്ല. അപ്പോൾ അവരെ ജെൻഡർ ന്യൂട്രൽ എന്നോ അല്ലെങ്കിൽ ജെൻഡർലെസ് എന്നോ ഐഡൻറ്റിഫൈ ചെയ്യാം, ലേബിൾ ചെയ്യാൻ പറ്റും. ജെൻഡർ ക്യൂർ എന്ന് പറയുന്നത് someone may identify as gender queer if their gender identity is neither male or female, is between or beyond genders, or in some combination of genders. എന്താണ്, ഇപ്പോൾ ജെൻഡർ ക്യൂർ എന്ന് പറയുന്നത് മെയിലോ ഫീമെയിലോ ആയിരിക്കില്ല, മറിച്ച് ഇൻ ബിറ്റ്വീൻ മെയിലോ ഫീമെയിൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും. അത്തരത്തിലുള്ള ആളുകളെയാണ് ജെൻഡർ ക്യൂർ എന്ന് പറയുന്നത്. ഇനി ജെൻഡർ വേരിയൻറ്റ് എന്നുള്ളൊരു ടേം ഉപയോഗിക്കാറുണ്ട്. someone who either by nature or by choice does not conform to gender based expectations of society. എന്താണ്, സൊസൈറ്റിയുടെ ജെൻഡർ എക്സ്പെക്റ്റേഷൻസിന് അനുസരിച്ച് അല്ലാതെ ഉള്ള ആളുകളെയാണ് ജെൻഡർ വേരിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈ നേച്ചറോ അല്ലെങ്കിൽ അവർ ബൈ ചോയ്സസോ അവർ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ചിട്ടുള്ള ഒരു ജെൻഡർ ആയിരിക്കില്ല അവർക്കുണ്ടാകുക. അത്തരത്തിൽ വേരിയേഷൻ കാണപ്പെടുന്ന ജെൻഡേഴ്സിനെയാണ് നമ്മൾ ജെൻഡർ വേരിയൻ്റ് എന്ന് പറയുന്നത്. ഇനി ടു സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേം യൂസ് ചെയ്യാറുണ്ട്. ഇത് ഒരു അംബ്രല്ല ടേമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ട്രഡീഷണലി യൂസ്ഡ് ബൈ നേറ്റീവ് അമേരിക്കൻ പീപ്പിൾ ടു റെക്കഗ്നൈസ് ഇൻഡിവിജ്വൽസ് ഹൂ പൊസസ് ക്വാളിറ്റീസ് ഓഫ് ബോത്ത് ജെൻഡേഴ്സ്. രണ്ട് ജെൻഡേഴ്സിൻ്റെയും ക്വാളിറ്റീസ് ഉള്ള വ്യക്തികളെ ഉൾപ്പെടുത്തുന്ന ഒരു അവരെ ഉൾക്കൊള്ളിച്ച ഒരു അംബ്രല്ല ടേമാണ് ടു സ്പിരിറ്റ് എന്ന് പറയുന്നത്. അമേരിക്കൻ പീപ്പിൾസ് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ടു സ്പിരിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ട്രാൻസ് മെൻ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ മാൻ എന്ന ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്ന് വെച്ചെങ്കിൽ എ പേഴ്സൺ ഹൂസ് സെക്സ് അസൈൻഡ് അറ്റ് ബർത്ത് വാസ് ഫീമെയിൽ ബട്ട് ഹൂസ് ജെൻഡർ ഐഡൻറ്റിറ്റി ഈസ് മെയിൽ. എന്താണ്, ഒരു വ്യക്തിയുടെ ജനന സമയത്ത് അയാളുടെ എക്സ്റ്റേണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ ഫീമെയിലായിട്ട് അസൈൻ ചെയ്യുകയും എന്നാൽ അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി മെയിലായിട്ട് വരികയും ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് നമ്മൾ ട്രാൻസ് മെൻ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ മാൻ എന്ന് പറയുന്നത്. ദീസ് ഐഡൻറ്റിറ്റീസ് ക്യാൻ ഓൾസോ റെഫർ ടു someone who was surgically assigned female at birth in the case of intersex people but whose gender identity is male. Many trans men identity simply as men. എന്ന് വെച്ചെങ്കിൽ ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റർസെക്സും ആയ ഒരു വ്യക്തി ട്രാൻസ്ജെൻഡർ ആവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് സർജിക്കലി അയാളെ ഫീമെയിലായിട്ട് അസൈൻ ചെയ്തു എന്ന് വെച്ചെങ്കിൽ സർജറിയിലൂടെ അയാളെ ഫീമെയിലായിട്ട് അസൈൻ ചെയ്യുകയും പക്ഷേ അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി മെയിലായിട്ട് വരികയും ചെയ്യുന്നു. അപ്പോൾ അയാൾ ഏതാണ്, ട്രാൻസ് മാൻ ആണ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ മാൻ കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. അസൈൻ സെക്സും ഫസ്റ്റ് പറഞ്ഞ കേസ് ഉണ്ടല്ലോ, ഏത് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ കേസിൽ അയാളതിനെ ഫീമെയിലാക്കിയത് സർജറി മുഖാന്തരമല്ല, നോർമലി അയാൾ ഫീമെയിലായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ അയാളുടെ പ്യൂബർട്ടി സമയത്താണ് അയാൾ ജെൻഡർ ഐഡൻറ്റിറ്റി മെയിലിൻ്റെ ആണെന്ന് മെയിലിൻ്റെ ആണെന്ന് തിരിച്ചറിഞ്ഞത്. പക്ഷേ ട്രാൻസ്ജെൻഡർ ഇൻ്റർസെക്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയില്ല. അവർ ജനന സമയത്ത് ഡോക്ടേഴ്സാണ് അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്
ഫീമെയിലായിട്ട് സർജിക്കലി അവരെ ഫീമെയിലാക്കി മാറ്റുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ പ്യൂബർട്ടി സമയത്ത് അവർ തിരിച്ചറിയുന്ന അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി മെയിലാണെന്ന്. അങ്ങനെ ഫീമെയിൽ എക്സ്റ്റേണലും ഉള്ളിൽ ജെൻഡർ ഐഡൻറ്റിറ്റി മെയിലുമായിട്ട് വരുന്ന ആളുകളെയാണ് നമ്മൾ ജെൻഡർ മാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസ് മാൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ട്രാൻസ് വിമൺ. ട്രാൻസ് വിമൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. എ പേഴ്സൺസ് ഹൂസ് സെക്സ് അസൈൻഡ് അറ്റ് ബർത്ത് വാസ് മെയിൽ ബട്ട് ഹൂസ് ജെൻഡർ ഐഡൻറ്റിറ്റി ഈസ് ഫീമെയിൽ എന്നാണ്. ജനന സമയത്ത് അവർക്ക് അസൈൻ ചെയ്തിരിക്കുന്ന സെക്സ് എന്ന് പറയുന്നത് എന്താണ്? മെയിലിൻ്റെ സെക്സ് മെയിലായിരിക്കും. ബട്ട് അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഫീമെയിൽ ആയിരിക്കും. ദീസ് ഐഡൻറ്റിറ്റീസ് ക്യാൻ ഓൾസോ റെഫർ ടു സംവൺ ഹു ആർ സർജിക്കലി അസൈൻഡ് മെയിൽ അറ്റ് ബർത്ത് ഇൻ കേസ് ഓഫ് ഇൻ്റർസെക്സ്. ഇൻ്റർസെക്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും? സർജിക്കലി ഒരു വ്യക്തിയെ മെയിൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുകയും അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി ഫീമെയിലിൻ്റെ ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ട്രാൻസ് വിമൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിമൺ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും